രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാത്രം ഉറങ്ങാതെ ഇരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഇത് ഒരാളുടെ മാത്രം കഥയല്ല. നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ കഥയായിരിക്കാം. ഒരാൾ പകൽ മുഴുവൻ വളരെ നോർമലാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, അതുപോലെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, വാട്സപ്പ് മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട്. പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നും, ഇദ്ദേഹത്തിന് എന്ത് പ്രശ്നമാണുള്ളത്, എല്ലാം നന്നായിട്ടല്ലേ പോകുന്നത്. പക്ഷെ രാത്രി വരുമ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോകുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ഫോൺ മാറ്റിവെക്കുന്നു, കണ്ണടയ്ക്കുന്നു. അപ്പോഴാണ് മറ്റൊരു ലോകം തുറക്കുന്നത്. മനസ്സ് ചോദിക്കാൻ തുടങ്ങുന്നു, നാളെ എന്താവും? ഈ കടം എങ്ങനെ തീർക്കും? എൻ്റെ ബിസിനസ് എന്താകും? എൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ എടുത്ത തീരുമാനം തെറ്റായോ? ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. എനിക്ക് ജീവിതത്തിൽ ശരിക്കും എന്താണ് വേണ്ടത്? ഒരു ചിന്ത, പിന്നെ മറ്റൊരു ചിന്ത, പിന്നെ മറ്റൊന്ന്. ശരീരം കിടക്കയിലാണ്, പക്ഷെ മനസ്സ് ഇപ്പോഴും പാസ്റ്റിലും ഫ്യൂച്ചറിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ അവസാനം വരെ ഒന്ന് കേൾക്കണം. കാരണം ഞാൻ ഇന്ന് നിങ്ങളോട് ഉറക്കത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, രാത്രിയിൽ നിശബ്ദത വന്നപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ചില ചിന്തകൾ കൂടുതൽ കേൾക്കുന്നത്? പകൽ നമ്മൾ ബിസിയാണ്, കോളുകൾ ഉണ്ടായിരിക്കും, നല്ല വർക്ക് ജോലി ഉണ്ടായിരിക്കും, ഫാമിലിയുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരിക്കും, ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, മെസ്സേജുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടാവും, ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ടാവും, നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും. പക്ഷെ രാത്രി ഡിസ്ട്രാക്ഷൻസ് കുറയുന്നു. അപ്പോൾ നമ്മൾ പകൽ മാറ്റിവെച്ച ചില വറീസ് വീണ്ടും ശ്രദ്ധയിൽ വരാം. സ്ട്രെസ്സിനൊപ്പം റേസിംഗ് തോട്ട്സ്, ഓവർവെയിം, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് തുടങ്ങിയവ ഉണ്ടാകാമെന്ന് ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ചിന്തകളെ എനിമിയായി മാത്രം കാണുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കാം. ഈ ചിന്ത എനിക്ക് എന്താണ് കാണിച്ചു തരുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്ത വരുന്നത് എന്തിനെക്കുറിച്ചാണ്? ഹെൽത്തിനെക്കുറിച്ചുള്ള വിഷമമാണോ? മണിയെക്കുറിച്ചുള്ള വേവലാതിയാണോ? റിലേഷൻഷിപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളെ തമ്മിലുള്ള ചിന്തയാണോ? കുട്ടികളെക്കുറിച്ചിട്ടുള്ള ചിന്തയാണോ? ബിസിനസ്സിനെ പറ്റിയുള്ള ചിന്തയാണോ? ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയാണോ? പാസ്റ്റിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഇപ്പോഴും വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പേപ്പറിൽ ഒന്ന് എഴുതാമോ? കാരണം പലപ്പോഴും നമ്മൾ പറയുന്നത് എനിക്ക് ഒരുപാട് ചിന്തയാണ്, പക്ഷേ എന്തിനെക്കുറിച്ചാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് പേര് കൊടുക്കാത്ത പ്രശ്നം വലിയതായി തോന്നാം. ആദ്യം അതിനൊരു പേര് നമ്മൾ കൊടുക്കണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പ്രശ്നത്തിൽ എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ ഇൻകം ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിച്ച് തുടങ്ങേണ്ടതുണ്ട്.
എക്സ്പെൻസ് റിവ്യൂ ചെയ്യാമോ? അഡ്വൈസ് വേണ്ടതുണ്ടോ? റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണെങ്കിൽ ഒരു ഹോണസ്റ്റ് കോൺവെർസേഷൻ നടത്താമോ? ബൗണ്ടറി വേണമോ? ഹെൽത്ത് കൺസേൺ ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെക്കപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടോ? ചിന്തിക്കുന്നത് മാത്രം ആക്ഷൻ അല്ല. വറി നമ്മോട് ചോദിക്കുന്നുണ്ട്, എന്താകും. ക്ലാരിറ്റി നമ്മോട് ചോദിക്കുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് എന്നെ തന്നെ ഞാൻ മറന്നുപോയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഫാമിലിക്ക് വേണ്ടി ഓടുന്നു, ചിൽഡ്രൻസിന് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു, ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഓടുന്നു, പാരൻസിന് വേണ്ടി ഓടാറുണ്ട്, ക്ലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നു, എല്ലാവരുടെയും പ്രശ്നം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കെങ്ങനെയുണ്ട് എന്ന് അവസാനമായി നിങ്ങളോട് ചോദിച്ചത് എപ്പോഴാണ്? നമ്മുടെ ശരീരത്തെ നോക്കുന്നുണ്ട്, പക്ഷേ മനസ്സിനെ കേൾക്കാൻ നാം തയ്യാറുണ്ടോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ പരിഹരിക്കേണ്ട പ്രശ്നമാണോ ഇത്, അതോ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ഒരു കഥയാണോ? ഇത് വലിയ വ്യത്യാസമാണ്. ഒരു ആക്ച്വൽ പ്രോബ്ലം ഉണ്ട്, അതിന് ആക്ഷൻ വേണം. പക്ഷേ ചിലപ്പോൾ സംഭവം കഴിഞ്ഞു, എന്നിട്ടും മൈൻഡ് വീണ്ടും റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അന്ന് ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇങ്ങനെ എനിക്ക് പറയാമായിരുന്നു, അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അങ്ങനെ സംഭവിച്ചാൽ, ഇങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ ചോദിക്കണം, ഇതിൽ നിന്ന് പുതിയൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് പ്രോബ്ലം സോൾവിങ് അല്ല, അതൊരു ലൂപ്പായിരിക്കാം. ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ ശരീരം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ശരീരത്തെ ഒരു മെഷീൻ പോലെ ഉപയോഗിക്കുന്നുണ്ട്. റെസ്റ്റ് ഇല്ല, ശരിയായ സ്ലീപ്പ് കിട്ടുന്നില്ല, ഫുഡ് ടൈമിങ് ശരിയല്ല, വിശപ്പ് നമ്മൾ നോക്കുന്നില്ല, മൂവ്മെൻറ്റ് ഇല്ല, കണ്ടിന്യൂസ് സ്ട്രെസ്സിലായിട്ട് നമ്മൾ ജീവിക്കുന്നു, കണ്ടിന്യൂസ് സ്ക്രീനിലായിട്ട് നമ്മൾ ജീവിക്കുന്നു. പിന്നീട് ശരീരം ഡിസ്കംഫർട്ട് കാണിക്കുമ്പോൾ സിംറ്റം മാത്രം സൈലൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. എല്ലാ ഫിസിക്കൽ സിംറ്റംസിൻ്റെയും കാരണം സ്ട്രെസ് അല്ല. അതിനാൽ ആവശ്യമായ മെഡിക്കൽ ഇവാലുവേഷൻ ഒഴിവാക്കുന്നു. പക്ഷേ സ്ട്രെസ് ശരീരത്തെയും ഉറക്കത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സിംറ്റം വന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ പെയിനിൻ്റെ പിന്നിൽ മറ്റൊരു പെയിൻ ഉണ്ടോ? ആണ് ഞാൻ ആളുകളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ വളരെ പ്രധാനമായി നോക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗം. ഒരു മനുഷ്യൻ അവന് പറയാം, എനിക്ക് തലവേദനയാണ്, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ശരീരത്തിൽ ടെൻഷനാണ്. പക്ഷെ അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ പ്രഷർ ഉണ്ടാകാം, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, ഫിയർ ഉണ്ടാകാം, ഗ്രീഫ് ഉണ്ടാകാം, ഓവർ വർക്ക് ഉണ്ടാകാം, ലോൺലിനെസ് ഉണ്ടാകാം. അതിനാൽ ഞാൻ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ, പെയിൻ എവിടെയാണ് ശരിക്കുമുള്ളത്? അതിനോടൊപ്പം തന്നെ പെയിനിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നത്? എല്ലാ രോഗത്തിൻ്റെയും പിന്നിൽ ഒരു ഇമോഷണൽ കോസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു മനുഷ്യനെ
സിംറ്റം മാത്രമായി കാണാതെ മുഴുവൻ മനുഷ്യനായി കാണുക എന്നുള്ളതാണ് എൻ്റെ സമീപനം. എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ഫിയറിൻ്റെ ആണോ? മണിയുടെ കയ്യിലാണോ? അതർ പീപ്പിൾസിൻ്റെ ഒപ്പീനിയനിലാണോ? സോഷ്യൽ മീഡിയയിലാണോ? മുൻകഴിഞ്ഞു പോയ പാസ്റ്റിലാണോ? ആങ്കറിലാണോ? കമ്പാരിസണിലാണോ? അതോ എൻ്റെ കയ്യിലാണോ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ പലപ്പോഴും കംഫർട്ടബിൾ ആൻസറിൽ നിന്നല്ല തുടങ്ങുന്നത്, ഹോണസ്റ്റ് ആൻസറിൽ നിന്നാണ്. ഇന്ന് രാത്രി ചെറിയ ഒരു എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. ഒരു പേപ്പർ എടുക്കുക. അതിൽ 3 കാര്യങ്ങൾ മാത്രം ഒന്ന് എഴുതി നോക്കണേ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ള ചിന്ത എന്താണ്? അതിൽ എൻ്റെ കൺട്രോളിലുള്ള ഒരു കാര്യം എന്താണ്? നാളെ ഞാൻ എടുക്കുന്ന ഒരു ചെറിയ ആക്ഷൻ എന്തായിരിക്കും? അതിനുശേഷം ഇന്ന് രാത്രി തന്നെ സോൾവ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ സ്വയം പറയാം, ഇത് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, ഇതിന് വേണ്ട നടപടി നാളെ നോക്കാം. ഇപ്പോൾ എൻ്റെ ശരീരത്തിന് വിശ്രമിക്കാനുള്ള സമയമാണ്. വറീസുകൾ എഴുതി വെക്കുകയും ആക്ഷൻ ചെയ്യാവുന്ന കാര്യങ്ങളെ വേർതിരിക്കുകയും ചെയ്യുന്നത് റേസിംഗ് വറീസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രായോഗിക മാർഗമായി NHS നിർദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ മിഷൻ ഇവിടെയാണ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. എൻ്റെ മിഷൻ ഒരാളോട് പോസിറ്റീവായി ചിന്തിക്കൂ എന്ന് മാത്രം പറയുകയല്ല, അല്ലെങ്കിൽ ഈ പെയിൻ മാത്രം മാറ്റാം എന്നതുമല്ല. എനിക്കൊരു മനുഷ്യനെ കൂടുതൽ സമഗ്രമായി കാണണം. അദ്ദേഹത്തിൻ്റെ ബോഡി, മൈൻഡ്, ഇമോഷൻസ്, ഹാബിറ്റ്സ്, സ്ലീപ്പ്, സ്ട്രെസ്, റിലേഷൻഷിപ്പ്, ലൈഫ് സ്റ്റൈൽ, അദ്ദേഹം ക്യാരി ചെയ്യുന്ന പ്രഷറുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ, ഇവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കും.